എല്ലാറ്റിനും ഉപരി എന്താണ് കാസ്റ്റ് സിസ്റ്റം. ഈ കാസ്റ്റ് സിസ്റ്റത്തിലാണ് വർണ്ണ വരുന്നത് അല്ലേ, വർണ്ണ സിസ്റ്റം. ഓക്കെ, എന്താണ് വർണ്ണ സിസ്റ്റത്തിലുള്ളത്? ചാതുർവർണ്ണ്യം, ചാതുർവർണ്ണ്യം, അതായത് 4 വർണ്ണാസ്. ഓക്കെ, അതൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതെല്ലാം അറൈവൽ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഏർലി മിഷണറീസ് ഓഫ് കാസ്റ്റ് സിസ്റ്റം ആസ് ആൻ അബ്സല്യൂട്ട് കോൺഫറൻസ് ക്രിസ്ത്യൻ. പിന്നെ മിഷണറീസ് ക്രിസ്ത്യൻ മിഷണറീസ് ആണ് ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ നോക്കിയത്. ഓക്കെ, ദ അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ് എന്നാണ് എന്താ ഉദ്ദേശിക്കുക? ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ബൈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിൻ ഇൻ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റീസ് and doctrinated by nationalism more of fact. Their purpose was Indians in order to exploit the resources. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ എപ്പോഴും എഴുതേണ്ടത് എന്താണ്? ടു എക്സ്പ്ലോയിറ്റ് അവർ റിസോഴ്സസ്. ആൻഡ് ഈ ബ്രിട്ടീഷുകാർ എന്തിനാണ് നമ്മളെ ഇന്ത്യയെ പറ്റി ഇത്രയും ട്രഡീഷണൽ ആയിട്ടൊക്കെ നമ്മളെപ്പറ്റി സ്റ്റഡി ചെയ്ത് ഒബ്സർവേഷൻ ചെയ്ത് ഡോക്യുമെൻറ്റ് ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന കാര്യം എന്താ? അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് അവർ റിസോഴ്സസ്. ഓക്കെ, exploit our resources. എക്സ്പ്ലോയിറ്റേഷൻ അവർ റിസോഴ്സസ്. എന്തിനാണ് ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്? ദ ഇൻ്റർപ്രറ്റ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ് ഇൻ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റീസ്. അതായത് നമ്മളെ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നമ്മളെ ഹെഡിങ്ങിലെ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് അഡ്മിനിസ്ട്രേഷൻ? അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ എങ്ങനെയാണ് ഈ ഒരു കൊളോണിയൽ ഇതിലേക്ക് ഇൻഡോളജിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക? അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എങ്ങനെയാണ് ഇൻഡോളജിയിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ പറ്റി നന്നായിട്ട് പഠിച്ചതിന് ശേഷം അതായത് അവർ ഇന്ത്യക്കാരെ തന്നെ നന്നായി പഠിപ്പിക്കുക. എന്നിട്ട് കുറച്ച് എന്താ ചെയ്യുക, അവർ കുറച്ച് വലയിലാക്കുകയാണല്ലോ, നമ്മൾ ഇന്ത്യയിലുള്ള അത്യാവശ്യം വിവരമുള്ള ആളുകളെ വലയിലാക്കി ഇന്ത്യയിലെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഒക്കെ പഠിപ്പിച്ചിട്ട് അത് ഇന്ത്യയിൽ തന്നെ എന്ത് ചെയ്യുക, അവരെ പ്രാക്ടിക്കലി ചെയ്യിപ്പിക്കുക. നമ്മളെ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു കണ്ടീഷനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫ് ഇന്ത്യൻ ഇൻഡോളജി എന്ന് പറയുന്നത്. Okay, the administration sort of developed categories that help to them ordering the ideas and actions relating the life and natives of India, avoiding enormous complexity characteristic. For example, B.H. Baden follows the following: the land system of British India were not just a compilation for data, had series of argument of nature of Indian village resources in related to state and resources. അതായത് ബെയ്ഡൻ പോൾ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ എന്ത് ചെയ്തു? ഇന്ത്യൻ്റെ വില്ലേജും സിറ്റീസിലും എത്രത്തോളം റിസോഴ്സസ് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയില്ല. ആർക്കറിയാം? ഇന്ത്യയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവുള്ള ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ആൾക്കാർക്കാണ് അറിയാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ വലയിലാക്കുക, ചാക്കിട്ട് പിടിച്ച് അവർക്ക് എന്ത് കൊടുക്കുക? ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ക്ലാസ് കൊടുക്കുക. അപ്പോൾ അവർക്ക് കൂടുതൽ സാലറിയും അവർ മാത്രം നന്നാവും. ബാക്കി അവർ ചെയ്യുന്നത് അവരെ സ്വന്തം ആളുകളെ തന്നെയാണ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഇന്ത്യക്കാർക്കും അറിയില്ല. അപ്പോൾ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി അവർ ഉപയോഗിക്കുകയാണ്. ഇന്ത്യക്കാരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഇന്ത്യക്കാരെ നശിപ്പിക്കുന്ന ഒരു സംഭവം. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ്. ഇതൊക്കെ ആരെ പഠിപ്പിക്കും? ഇന്ത്യൻ ആളുകളെ പഠിപ്പിച്ച് വില്ലേജസ്, അതായത് it resources in relation to the state and demand of this, and British India had a serious argument that about nature of Indian village and its resources. ഇന്ത്യൻ വില്ലേജിനെ പറ്റിയും ഇന്ത്യൻ റിസോഴ്സിനെ പറ്റിയും ഏറ്റവും കൂടുതലുള്ള റിസോഴ്സ് എന്താണ്, ഏറ്റവും സ്കേഴ്സിറ്റി എന്തിനാണുള്ളത്, അത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. അങ്ങനെയുള്ള പല കാറ്റഗറീസ് ദ സ്റ്റഡി ഓഫ് റിസോഴ്സസ് അതൊക്കെ പഠിപ്പിച്ച് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ലെവൽ ഉയർത്തിയിട്ടാണ് അവർ നമ്മളെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ കോൺക്രീറ്റ് മിസറബിൾ അബവ് ഓൾ ഡിനബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന രീതി? അതായത് കൊളക്ട് ഓഫ് പബ്ലിഷ് ഒഫീഷ്യൽ ആൻഡ് സ്കോളർലി ഇൻഫർമേഷൻ അബൌട്ട് ഓൾ ആസ്പെക്ട്സ് ഇന്ത്യൻ സൊസൈറ്റി. ഇറ്റ് ഈസ് ദീസ് അറ്റംപ്റ്റ്സ് ദാറ്റ് വി ഫൈൻഡ് ദ എമർജൻസ് ഓഫ് സോഷ്യോളജിക്കൽ എൻട്രി ഓഫ് ഇന്ത്യ. ഫോർ ഇൻസ്റ്റൻസ്, ദ ഒഫീഷ്യൽ വ്യൂ ഓഫ് കാസ്റ്റ് treated as the empirical category, a thing concrete and measurable and above all had definable characteristics of എന്താണ് നമ്മളെ ഈ ഒരു
കാസ്റ്റ് എന്നുള്ള സിസ്റ്റത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്കാണ്, എന്തൊക്കെ നമ്മൾ അനുഭവിച്ചിരുന്ന നമ്മുടെ മാത്രം താല്പര്യങ്ങൾക്ക് എക്സാമ്പിളാണ്. അതായത് അവർ ഇൻഡോളജിസ്റ്റ് കണ്ടുപിടിച്ച, അവർ ഒബ്സർവ് ചെയ്തതിൽ നമുക്ക് മാത്രമുള്ള എന്തൊക്കെ പ്രത്യേകതകളാണ്. ഫസ്റ്റ് ഈസ് എൻഡോഗമി. എൻഡോഗമി എന്ന് പറഞ്ഞാൽ മാരേജ് വിത്തിൻ വൺ കാസ്റ്റ് ഓർ സബ്കാസ്റ്റ്. നമ്മളൊരു കാസ്റ്റിന്, ആ കാസ്റ്റിന് തന്നെ മാരേജ് ചെയ്യാൻ പറ്റും, കാസ്റ്റ് മാരേജ്. എൻഡോഗമി എന്ന് പറയും. നെക്സ്റ്റ് ഫിക്സഡ് ഒക്കുപേഷൻ. നെക്സ്റ്റ് ഫിക്സഡ് ഒക്കുപേഷൻ. നെക്സ്റ്റ് കോമൺ റിച്വൽ പ്രാക്ടീസസ്. ഓക്കെ, എന്താണ് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും നമ്മുടെ ഫിക്സഡ് ഒക്കുപേഷനും എൻഡോഗമിയൊക്കെ ഒരേപോലെ തന്നെയാണ് എന്നും, നമുക്കതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മളെന്താണ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചതിന് ശേഷം, ബ്രിട്ടീഷ് നോളജ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഇതിനൊക്കെ ഒരു മാറ്റം വന്നത്. അതിൽ ഇമ്പോർട്ടൻസ് പോയിന്റ് ആണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് അവർ റിസോഴ്സസ് ആൻഡ് എൻഡോഗമി ആൻഡ് ഫിക്സഡ് ഒക്കുപേഷൻ ആൻഡ് കോമൺ റിച്വൽ പ്രാക്ടീസസ്. ഓക്കെ, These exercise created the fixed category of caste system and social lived reality. ഇതെല്ലാം സോഷ്യൽ ലിവ്ഡ് റിയാലിറ്റി എന്ന് പറഞ്ഞ ഘടകം ഇന്ത്യയിൽ എപ്പോഴും എന്താണ് ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. The caste help and data and found caste functional caste formed crossing national caste formed migration. ഇതെല്ലാം കാസ്റ്റ് ബേസ്ഡ് ആണ് അവർ ഇന്ത്യയെ ചിത്രീകരിച്ചത് ബ്രിട്ടീഷുകാർ. ജാതി സമ്പ്രദായം തലക്ക് പിടിച്ച കുറച്ച് കൂട്ടം ആൾക്കാരാണ് ഇന്ത്യക്കാരെന്നാണ് അവർ പറഞ്ഞത്. എക്സാമ്പിൾ മിസ് ബോർഡിൽ എഴുതുന്നില്ല, എക്സാമ്പിൾ ജസ്റ്റ് വായിക്കാം. കാസ്റ്റ് ഫോംഡ് ബൈ ക്രോസിംഗ്. ഓക്കെ, കാസ്റ്റ് ഫോംഡ് ബൈ ക്രോസിംഗ്. Next, caste formed by migration and caste for national caste formed by changing customs. എല്ലാം എന്താണ് ജാതിയിൽ അധിഷ്ഠിതമായൊരു അഡ്മിനിസ്ട്രേറ്റീവും എല്ലാത്തിലും എന്താണ് ജാതി. അതായത് ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു ഹിന്ദു അല്ലേ, ഇന്ത്യ അത് ഹിന്ദുത്വം അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ സംസ്കൃത ആ ഒരു ബുക്കും അവരുടെ ഒരു കുത്തക ഒരു ഭരണക്രമമായിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. അത് ഏതൊരു ഇൻഡോളജി പ്രകാരം അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നമ്മളെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ് മിസ് ഇതിൽ എഴുതിയത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ, നിങ്ങൾ ഏത് എക്സാം എഴുതുമ്പോൾ ആൻസർ വരുമ്പോൾ എന്ത് വരണമായാലും ഈ ഒരു മീനിങ് ഫുൾ ആയിട്ട് ഒരു വേർഡ് എഴുതാൻ ശ്രമിക്കണം കേട്ടോ. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് അവർ റിസോഴ്സസ്. നമ്മൾ റിസോഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അത് മെയിൻ അവിടെ, അത് എന്താ ആയിക്കോട്ടെ, നമ്മുടെ ജാതിയെ പറയും, നമ്മളെ ഒക്കുപേഷനെ പറയും, നമ്മളെ ഓരോ സിസ്റ്റം, നമ്മളെ റിച്വൽസ്, നമ്മുടെ ട്രൈബ്സ്, നമ്മളുള്ള എല്ലാ റോ മെറ്റീരിയൽസ് ആയാലും എന്തായാലും റിസോഴ്സസ് ഒക്കെ എന്തിന് അവർ എങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്താലും അറ്റ് ലാസ്റ്റ് ഒറ്റ എയിമേ അവർക്കുള്ളൂ, എന്താണ് നമ്മുടെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. അതെങ്ങനെയൊക്കെ കടത്തിക്കൊണ്ട് പോവാം അതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയാണ്, നമ്മളെ വിലയിരുത്തിയതാണ് എൻഡോഗമി. എൻഡോഗമി എന്ന് പറഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം അല്ല, ഒരു കാസ്റ്റിൽ അവർ തന്നെ മാരേജ് സിസ്റ്റമാണ്. ഇത് മറന്നുപോയത് ഇവിടെ മിസ് എഴുതിയിട്ടില്ല. മാരേജ് സിസ്റ്റമാണ് എന്ത് എൻഡോഗമി. ഒരു കാസ്റ്റിൽ അവർ തന്നെ ആ കാസ്റ്റ് തന്നെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഫിക്സഡ് ഒക്കുപ്പേഷൻ, നമുക്കൊരു മാറ്റമൊന്നും, നമ്മൾ അങ്ങനെ തന്നെ പോകും. നെക്സ്റ്റ് കോമൺ റിച്വൽ പ്രാക്ടീസസ്. ആ റിച്വലും കാസ്റ്റൊക്കെ ഒരേ, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അതേപോലെ തന്നെ, അതിനൊരു മാറ്റമൊന്നുമില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്തത്, നമ്മളെ ഇത്രയും അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ കളിച്ചതും നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തത്. ഓക്കെ.